സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ റെക്കോർഡിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി, അതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യത്തിൽ അത് റിപ്പീറ്റേഷൻ തന്നെയാണ് ഏകദേശം വരുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് കൊളോസ്യസ് ലേഖനത്തെയും എഫേസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭയും തമ്മിലുള്ള ബന്ധം. ഇത് ശരീരം എന്ന് പറയുമ്പോൾ, സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഇന്ന് വ്യവസ്ഥാപികമായിട്ടുള്ള, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ക്ലാസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ചർച്ചുകൾ എന്നുള്ള രീതിയാണ് വരുന്നതെന്നോ നമ്മ തന്നെയാണ് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവുള്ള ദൈവത്തിൻ്റെ ആലയം. പുതിയ നിയമത്തിൽ ക്രിസ്തു യേശുവിലെ വിശ്വാസം മുഖാന്തരം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് വീണ്ടും ചലനം പ്രാപിക്കുന്ന ഓരോ വ്യക്തികളാണ്. അപ്പോൾ ഈ സഭയും ക്രിസ്തുവും സഭയും എന്ന് പറഞ്ഞതിനടുത്ത് പകരം ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം. പക്ഷേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ഇത് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ കുറച്ച് ലാങ്കിങ് വന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞെരുങ്ങിപ്പോകരുത്. കർത്താവ് നമ്മുടെ ബലഹീനതകൾ അറിയുന്നു. 33.5 വർഷം കർത്താവിനോട് കൂടെ എല്ലാ സമയം ഊണിലും ഉറക്കത്തിലും യാത്രകളിലും പരീക്ഷന്മാരുടെ കുത്തുകളിലും രോഗസൗഖ്യങ്ങൾ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏകദേശം 33 കൂട്ടിക. എല്ലാവരും ഒരു ദിവസം അല്ലല്ലോ വിളിക്കുന്നത്. 3 വർഷം അവൻ്റെ കൂടെ നടന്ന വിശ്വാസികൾ, അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയവർ, അവൻ തന്നെയാണ് മശിക എന്ന് മനസ്സിലാക്കിയവർ. ഈവൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉന്നതത്തിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചവനായ പത്രോസ് പോലും, അവൻ മരിക്കും, അടക്കപ്പെടും, ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, അതിനുശേഷം ഗലീലയിൽ വെച്ച് നമ്മൾ കാണും. ഇപ്പോൾ അവർ ജെറുസലേമിൽ ഇരിക്കുന്ന സമയത്താണ് പറയുന്നത്. ഗലീലയിൽ വെച്ച് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടും ഉയർത്തെഴുന്നേറ്റതായ വെളിപ്പാട് ലഭിച്ച് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ട് അവൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു വന്ന് അവർ വിശ്വസിച്ചില്ല. പത്രോസും യോഹന്നാനും ഓടി കല്ലറയ്ക്ക് അകത്ത് ചെന്നു. യോഹന്നാൻ കടന്നില്ല, പത്രോസ് അകത്ത് കടന്നു. ശരീരം അവിടെ ഇല്ലെന്ന് കണ്ടു, അത് വിശ്വസിച്ചു. പക്ഷെ അവൻ മരിച്ചുവിട്ടിരുന്നു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചില്ല. അന്ന് മഗ്ദലേക്കാരി മറിയ ഫിസിക്കലായിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് സംസാരിച്ചത്. ഇത്രയും അവരോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഫിസിക്കലായോണ്ട് കണ്ടിട്ടല്ല, സ്പിരിച്വലായിട്ട് അവൻ്റെ പുനരുത്ഥാന ശക്തിയെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും അനുഭവിച്ചറിഞ്ഞ് ശരിക്കും മനസ്സിലാക്കണം. യഥാർത്ഥ ശുശ്രൂഷകന്മാരുടെ കാര്യം ഞാൻ പറയും, ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതിനു മുമ്പ് കുറെ ട്രയൽസ് ഉണ്ട്, അതിനു മുമ്പ് കുറെ വില കൊടുക്കുന്നുണ്ട്, അതിനു മുമ്പ് കുറെ മരുഭൂമി യാത്രയുണ്ട്. അവിടെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ അവന്റെ പുനരുത്ഥാന ശക്തിയെ വിശ്വാസത്താൽ ശരീരത്തിലും പ്രാണനിലും ആത്മാവിൽ മാത്രമല്ല, ഇമാജിനേഷൻ മാത്രമല്ല, സോളിൽ മാത്രമല്ല, ശരീരത്തിലും ഫിസിക്കലായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞാൻ നിങ്ങളെ വഴക്ക് പറയല്ല, വിശ്വാസം വർദ്ധിക്കാൻ പറയാണ്. പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പുനരുദ്ധാന ശക്തി കൂടാതെ നോളജ് പ്രസംഗിക്കുന്നവരാ വേറെ പലരും ഉണ്ടാകാം. ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഞാൻ മറ്റുള്ളവരാരും വിധിക്കുവാനോ കുറ്റം പറയുവാനോ. എനിക്ക് താല്പര്യം ഈ ശബ്ദം കേൾക്കുന്നവര് ഉയർത്തെഴുന്നവർ ക്രിസ്തുവിനെ അവരുടെ സോളിൽ അനുഭവിച്ചറിയണം. വീണ്ടും വേണമെങ്കിൽ ഇതെന്തുകൊണ്ട് നമ്മുടെ പ്രാണനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രാണന് ഒരു പ്രൂഫ് ഇല്ലാതെ അത് വിശ്വസിക്കുകയില്ല. തിരുവഴുത്തുകളെല്ലാം കറുത്താണെന്നും ദൈവത്തിന്റെ ആത്മാവിനെ ദൈവശ്വാസീയമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണെന്നും സ്തോത്രം ഇൻസ്പയർഡ് ആണെന്നും അത് കറക്റ്റാണ് നമ്മളെല്ലാവരും അറിയുന്നുണ്ട്, വിശ്വസിക്കുന്ന ദൈവഭക്തിയോടെ കൂടെ വിശ്വസിക്കുന്നുണ്ട്. അതൊരു എവിഡൻസ് ആയുള്ളൂ. ആ എവിഡൻസ് നമ്മുടെ സോളിലേക്ക് പ്രൂഫ് ആകാത്തോടത്തോളം അതിന് വരില്ല, നമ്മൾ വിശ്വാസമായി പരിണമിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, യേശു ക്രിസ്തു പാപമോചകനാണെന്നും ഈവൻ ഓർത്തഡോക്സുകാരോ അല്ലെങ്കിൽ മറ്റു സമുദായക്കാരൊക്കെ ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുന്നത് എന്തിനാണെന്നും ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്താണെന്നും അവർക്കൊക്കെ അറിയാം. യേശുവിനെ സംബന്ധിക്കുന്നതാണെന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവൻ ജനിച്ച ദിവസം അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണെന്നും
ഗുഡ് ഫ്രൈഡേ അവന് ക്രൂശിച്ച ദിവസമാണെന്നും ഈസ്റ്റർ അവന് ഉയർത്തെഴുന്ന ദിവസമാണെന്നൊക്കെയും എങ്ങനെയെങ്കിലുമൊക്കെ ആചരിക്കുന്നു എങ്കിൽ തന്നെ ഞങ്ങൾ സംഭവം നടന്നെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതൊരു എവിഡൻസ് ആയി. പക്ഷെ അത് പ്രൂഫ് ആകാത്തത് കൊണ്ടല്ലേ അവർ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരാത്തത്. അത് പ്രൂഫ് ആകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിൽ ഇടപെട്ട് നമുക്ക്, ഫോർ എക്സാമ്പിൾ, അവൻ പാപമോചകനായ യേശു, അല്ലെങ്കിൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാത്തൊരു യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഫോർ എക്സാമ്പിൾ, ഞാനൊരു മദ്യപാനിയാണെന്ന് കരുതുക. എൻ്റെ മദ്യപാനത്തിന് ടെംപ്റ്റേഷൻ, ഞാൻ മദ്യപാനി ആയിരുന്നു, ഇപ്പോൾ ഞാൻ ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് മദ്യപാനത്തിന്റെ ടേസ്റ്റ് എന്ന് മാറിപ്പോയി, ഞാൻ വീണ്ടും ജനം പ്രാപിച്ചു, ഞാൻ പഴയ മനുഷ്യൻ മരിച്ചു. പക്ഷെ എൻ്റെ ഭൂമിയിൽ നിന്ന് മദ്യഷോപ്പുകൾ മാറുന്നില്ല. ഞാൻ പോകുന്ന വഴിക്കൊക്കെ മദ്യപാനികളുണ്ട്, ഷോപ്പുകളുണ്ട്. എൻ്റെ കൂട്ടുകാർ പലരും മദ്യപാനികളാ. അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഞാൻ മാറിയിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വീണ്ടും ജനനം നടന്ന ആ പുതു മനുഷ്യൻ എൻ്റെ മദ്യപാനത്തിന് പ്രേരിപ്പിക്കുന്നില്ല. പക്ഷെ എൻ്റെ ചുറ്റുപാട് ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് സംസാരിക്കുക. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ നിർബന്ധിക്കും, അല്ലെങ്കിൽ മദ്യഷാപ്പിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ അല്ല ആരും കാണുന്നില്ല എന്നെല്ലാം വരുത്തുമ്പോൾ എന്നിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകും. ആസ് ലോങ് ആസ് എ ഹ്യൂമൻ എന്നിൽ ടെംപ്റ്റേഷൻ വർദ്ധിച്ചു വരുമ്പോൾ ആ സമയത്ത് എന്നെ ആ ടെംപ്റ്റേഷൻ രക്ഷിക്കുന്നതാണ് എന്നിൽ വസിക്കുന്നതായ യേശു. അതാണ് വാക്യത്തിന്റെ അർത്ഥം. മത്തായി 1:21. അവൻ തന്റെ ജനത്തെ, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്ത്, തന്റെ ജനം എന്ന് പറഞ്ഞത് താൻ വീണ്ടെടുത്ത് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന പിതാവ് പുത്രൻ മുഖാന്തരം തന്നോട് നിരപ്പിച്ച് ദൈവ കുടുംബത്തെ ദൈവരാജ്യത്തിലാക്കി അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മെ ക്രിസ്തുവിന് വിശുദ്ധരാക്കി തീർത്ത് അവനോടുകൂടെ ഒരേ സിംഹാസനത്തിൽ വാഴുവാൻ തക്കവണ്ണം, വരുവാനുള്ള യുഗാകങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം തന്നെ പോലെ വിശുദ്ധരാക്കി തീർത്ത്. വിശുദ്ധൻ എന്ന വാക്യത്തിന്റെ അർത്ഥം ഒബീഡിയന്റ്. ഒബീഡിയൻസിന്റെ റിസൾട്ടാണ് ഹോളിനെസ്. അപ്പോൾ അതിന് നമ്മെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ പാപം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം കൊണ്ട് ഞാൻ പാപത്തിന്റെ കാര്യം എടുത്തത്. ഇപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റൻസിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ മറഞ്ഞിരുന്ന് നമ്മളെ അടിമപ്പെടുത്തി നമ്മെ കൊണ്ട് പാപപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാപത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു. നാം അതിന്റെ അടിമകളാണ്, നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേറെ വഴിയില്ല. അതിന്റെ കോൺസിക്വൻസ് വെളിപ്പെടുത്തി തന്നു. നിത്യമായി നരകമാണ് നമ്മുടെ സോളിൽ വെളിപ്പെടുത്തി. അപ്പോൾ ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി നാം കാക്ഷിച്ചു. രക്ഷയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്ന അതിലാക്കുന്ന ദൈവം, സ്തോത്രം, നമ്മുടെ കഴിവല്ല. സ്തോത്രം, അവന്റെ കൃപ. അതാണ് കൃപാധന പ്രകാരം നമ്മൾ പഠിച്ച വചനം എന്തായിരുന്നു? സ്തോത്രം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് അതിക്രമങ്ങൾ മാത്രമേ ചെയ്യാൻ സാധ്യമുള്ളായിരുന്നു. നമ്മിൽ വസിക്കുന്നത് പാപം നമ്മുടെ സോളിനെ എടുത്തുകൊണ്ട്, നമ്മുടെ ശരീരത്തെ എടുത്തുകൊണ്ട് നമ്മളെ പാപ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. നമുക്കൊരു എസ്കേപ്പ് ഇല്ലായിരുന്നു, അതിന് അടിമകളായിരുന്നു. അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ കാരണം എന്താണെന്ന് പരിശുദ്ധാത്മ നമ്മുടെ സോളിൽ വെളിപ്പെടുത്തിയപ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്കിന്നത് എസ്കേപ്പ് ഇല്ല. പല റൂട്ടുകൾ നമ്മൾ ചെയ്തു നോക്കി, നോവേ. നമ്മൾ അവസാനം സറണ്ടർ ചെയ്തു. ഐ നീഡ് എൻ എസ്കേപ്പ് റൂട്ട്. എനിക്ക് രക്ഷകന് വേണം. അവിടെയാണ് ഹോളി സ്പിരിറ്റ് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി പാപയാഗമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചോളൂ. നീ അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനുമായി ഒബീഡിയന്റ് ആകണമെങ്കിൽ നിന്നെ അവൻ പാപത്തിന്റെ ടെംപ്റ്റേഷൻസ് നിന്ന് രക്ഷിക്കും. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഇതേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ ഈ ക്ലാസിന്റെ അടിസ്ഥാനം. ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പൊ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടെംപ്റ്റേഷൻ ഒരു നിരാശയായിരിക്കോട്ടെ, ശത്രു അനുഭവം. നീ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് എന്താ ഗുണം? നിന്റെ രോഗത്തിന് വിടുതലില്ല, നിന്റെ തലമുറകൾക്ക് വിടുതലില്ല, നിന്റെ പല പല കാര്യങ്ങൾക്ക് വിടുതലില്ല, മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോൾ പറയണം, നോ, മൈ ഡ്യൂട്ടി ഈസ് ടു ബിലീവ് ഇൻ ക്രൈസ്റ്റ്. അവന്റെ കൃപാധനം അളവ് കൂടാതെയുള്ളതാണ് അവന്റെ കൃപ, ലാവിഷായിട്ടുള്ള കൃപ. സ്തോത്രം. അത് അവൻ എന്റെ സോളിലേക്ക് പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രവൃത്തിയല്ല, എന്റെ മക്കളുടെ പ്രവൃത്തിയല്ല, എന്റെ തലമുറകളുടെ പ്രവൃത്തിയല്ല. സ്തോത്രം. എന്റെ റൈഷ്യസ്നെസ്സും അല്ല. അവൻ ക്രൂശിൽ ഓൾറെഡി നിവർത്തിച്ചു, അവൻ മരിച്ചവനെ ഉയർത്തുകൊണ്ട് അത് പ്രൂവ് ചെയ്തു. ഇനി നിനക്ക് അതിനെ താഴ്ത്താൻ സാധ്യമല്ല. മൈ ഡ്യൂട്ടി ഇസ് ടു ബിലീവ് ഇൻ ഹിം, റിലൈ ഓൺ ഹിം. ആശ്രയിക്കുക. ഇത് നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. അതാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ച വാക്യത്തിന് 8ാം വാക്യം, Ephesians chapter 1 verse 8. അത് അവൻ നമുക്ക്
താൻ കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നമ്മൾ പകർന്നിരിക്കുന്നു, നമുക്ക് നൽകിയിരിക്കുന്നു. എവിടെയാ? നമ്മുടെ സോളിനകത്ത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ടെംപ്റ്റേഷൻ വരുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ്, അപ്പൊ അവിടെ ചരിത്രമല്ല, വേദപുസ്തകത്തിലേക്ക് നോക്കല്ല. അപ്പൊ രണ്ടുപേരെ ആർഗ്യുമെന്റ് വരും. തിമോഥെയോസിനോട് പറഞ്ഞില്ലോ, നിന്റെ ശരീരത്തിന്റെ ബലഹീനാവസ്ഥ മാറാൻ വേണ്ടി ഇടയ്ക്കിടയിട്ട് അല്പം വീഞ്ഞ് സേവിച്ചുകൊള്ളുക. യേശു അത്ഭുതങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് അവൻ സ്ട്രോങ് ആയിട്ടുള്ള റമ്മ ഉണ്ടാക്കിയത്, അല്ല സ്ട്രോങ് വൈന ഉണ്ടാക്കിയത്, അല്ല നമുക്ക് സ്ട്രോങ് ബിസ്കിയല്ലേ ഉണ്ടാക്കിയത്. മദ്യപിക്കാനല്ലേ കൊടുത്ത് അടിച്ച് പൂസായെന്ന് പറഞ്ഞു അവിടുത്തെ ആൾക്കാർ. പിന്നെയാണ് നിങ്ങൾ മദ്യം കഴിക്കരുതെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞെന്താ? നിന്റെ ഉള്ളിൽ ഒരു പാപമായിരുന്നു എന്നെ അടിമപ്പെടുത്തി വെച്ചിരുന്നത്, അതിന്റെ മോഹമായി നീ ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് അതിനകത്തൊരു എസ്കേപ്പ് ഇല്ലായിരുന്നു. ഇത് നിന്റെ പൂർവ്വ പിതാവ് ആദാം തുടങ്ങി നിന്നിൽ വാഴുന്നതാണ്. പക്ഷെ നിനക്കൊരു ഫ്രീ വില്ലുണ്ട്, നിനക്കൊരു എസ്കേപ്പ് ദൈവം ഒരുക്കി. തന്റെ പുത്രനെ ആദരിക്കാതെ നിന്റെ മേൽ വന്ന കഠിനമായ ശിക്ഷ തന്റെ പുത്രനെ ആദരിക്കാതെ അവന്റെ മേൽ കൊടുത്ത് അവനെ ശിക്ഷ നടക്കിയാക്കി ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി അവനെ മരിച്ചവരുടെ ഉയർത്തെന്നും വെച്ച് നിന്നോട് പറയുന്നത്, നിന്റെ മേൽ വരേണ്ട ശിക്ഷ ഞാൻ എന്റെ പുത്രന്റെ മേൽ നടത്തിയിരിക്കുന്നു. If you receive him in your heart, നിന്റെ ഹൃദയത്തിലെ വാഴുവാൻ നീ അവനെ തെരഞ്ഞെടുത്ത് അവനുമായിട്ട് നീ ഒന്നാകുന്നുവെങ്കിൽ നിന്റെ പാപം ക്ഷമിച്ചു കിട്ടിയതുപോലെയല്ല, അവൻ ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ നിന്നെ ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിട്ടാണ് കണക്കിടുക. ഇതിന് വലിയ എന്താ വേണ്ടത്? അപ്പൊ നമ്മൾ സകല ജ്ഞാനവും വിവേകവുമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പകരുമ്പോൾ അതിനെ റീകളക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം. ഇസ്രായേലിന് സംഭവിച്ചതല്ലായിരുന്നോ? നമ്മള് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ മോശെ ചെന്ന് പറയുന്നത്, 5-ാം അധ്യായത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ യഹോവ എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് അവയെ സ്തോത്രം പിടിവെച്ച് പിതാക്കന്മാർക്ക് വാഗ്ദത്തത്തിന്റെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചു. പ്രശ്നങ്ങളുണ്ടായി. ഫറവോൻ ആദ്യം അടഞ്ഞു, പിന്നെ അടഞ്ഞു, പല പ്രാവശ്യം അടഞ്ഞു. സ്തോത്രം. അവസാന ചോരത്തെളിയുടെ ശുശ്രൂഷ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫറവോന്റെ കാര്യം മുമ്പിൽ ആട്ടങ്ങി. ആ ചോരത്തെളിയുടെ മഹത്വമാണ് പിന്നീട് കണ്ടത്. അത് നിഴല. നമുക്ക് വേണ്ടി ഒറിജിനൽ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അതാ നമ്മൾ പറഞ്ഞ് അവനെ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പിന്നെ ഫറവോൻ അവരെ തടയാൻ സാധിച്ചില്ല. ഫറവോന്റെ രഥങ്ങൾക്ക് അവരെ എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല. എത്തിപ്പിടിക്കാമായിരുന്നു, പക്ഷെ അവിടെ വന്നപ്പോൾ അഗ്നിസ്തംഭം ഈജിപ്തിനും ഇസ്രായേൽ ജനത്തിന് ഇടയ്ക്ക് നിന്നു. ചെങ്കടൽ അതിന് മുമ്പ് വിറച്ചുപോയി. ചെങ്കടൽ വഴി മാറിക്കൊടുത്തു. മോശയോട് പറഞ്ഞത്, എന്റെ കയ്യിലിരിക്കുന്ന വടി എന്താ? വാഗ്ദത്തത്തിന്റെ വടി. ജസ്റ്റ് നീട്ടുക. നിനക്ക് വേണ്ടത്ര പ്രോമിസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടാകണം. യെസ്, അവനിൽ എനിക്ക്, ക്രിസ്തുവിൽ എനിക്ക് അതിക്രമങ്ങൾ, അവന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ എനിക്ക് ധാരാളമായി കാണിച്ചിരിക്കുന്ന കൃപാദന പ്രകാരം, അബണ്ടന്റ് ആയിട്ട് ലാവിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്ന കൃപാദന പ്രകാരം എന്നിൽ സകല ജ്ഞാന വിവേകമായിട്ട് നൽകിയിരിക്കുകയാണ്. ഐ ആം ഫീലിംഗ് ജസ്റ്റിഫൈഡ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. ഇത് നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ആവണം. ഞാനും ക്രിസ്തുമായിട്ട് ബന്ധത്തെ കുറിച്ച് പറയുന്നത്, നിങ്ങളും ക്രിസ്തുമായിട്ട് ബന്ധത്തെ കുറിച്ച് പറയുന്നത്. ഈ ബന്ധം നിലനിർത്തണമെങ്കിൽ നിന്നിൽ നിന്ന് പ്രൊഡ്യൂസ് ആകേണ്ടത് ഫെയ്ത്ത്, ഫെയ്ത്ത്, ഫെയ്ത്ത്. ആ ഫെയ്ത്തിന് പ്രവർത്തികളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ പ്രവൃത്തിയിൽ കാണുന്നില്ലെങ്കിൽ, യാക്കോബ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം, വോയിഡ്. സ്തോത്രം. പക്ഷെ നമ്മുടെ ഹ്യൂമാനിറ്റിയിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ട്. നമ്മളെ ഒരു ഫ്ലഷ് ഉള്ളിടത്തോളം നമ്മളിൽ വീക്ക്നെസ് ഉണ്ട്. ഭയം വരും, ശത്രുരാക്കുന്നത് ഭയം വരും, മരണഭീതി വരും, രോഗം വരുമ്പോൾ മരിച്ചു പോകും തോന്നും. ലോർഡ്, ഇത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാ. ഈ ശരീരം പ്രാണനും ആത്മാവും എന്നെയും എനിക്കുള്ള സകലത്തും നിന്റെ യാഗപ്പെടുത്തും നീ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതാ. സ്തോത്രം. നീ മതിയാവിന. എനിക്ക് വേണ്ടി സൂര്യനെ വെച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടി നക്ഷത്രങ്ങൾ വെച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടി ചന്ദ്രനെ വെച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടി ഗാലക്സികളെ മുഴുവൻ നിർത്തിയിരിക്കുന്നത്, ഇതെല്ലാം മാറിപ്പോകും. പക്ഷെ നിന്റെ വചനം മാറിപ്പോകുകയില്ല.
ഇതിനെല്ലാം നീ വെച്ചിരിക്കുന്ന എന്നെ നിന്നെ പോലെ ആക്കിയെടുത്ത് പണിതെടുക്കാൻ വേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ 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 ആകാശത്ത് പറയുമ്പോൾ പറഞ്ഞ് പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇനി അതില്ല, പഴയതൊന്നുമില്ല, എല്ലാം പുതിയതാ. മണവാട്ടിക്ക് വേണ്ടി ഒരുക്കുന്നത് എല്ലാം പുതിയതാണ്. ഹല്ലേലൂയ. എത്രയോ വലിയ വലിയ കാര്യങ്ങൾ മാറ്റിക്കളയുന്നത്. സ്തോത്രം. അപ്പം ഞാൻ ഈ റിലേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ യേശു എൻ്റെ പാപമോചക, യേശുവിൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, നമ്മുടെ കഴിഞ്ഞകാല പാപത്തിലുള്ള ശിക്ഷ, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഓക്കെ, അത് യേശുവിൽ വിശ്വസിക്കുന്ന പോലെ അവൻ്റെ പ്രാശ്ചിത്യം ഏതുമായിട്ട് മാറിപ്പോയി. തുടർന്ന് ഞാൻ പറഞ്ഞില്ല, കള്ളുഷാപ്പുകൾ മാറിയിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കള്ളുഷാപ്പുകളുണ്ട്. നമ്മൾ പോകുന്ന വഴി ചാലക്കുടി ടൗണിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ ലോട്ടറി ടിക്കറ്റുകാരും വരും. പല വിധത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും, പലരും കാലില്ലാത്തവരും കയ്യില്ലാത്തവരും പല വിധത്തിലും വരും. അവിടെ ചിലപ്പോൾ നമുക്ക് സിമ്പതി തോന്നും. ഒരു ലോട്ടറി എടുത്ത് ലക്ഷ്മി ദേവിയുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, ഇതിനകത്ത് ആരെങ്കിലും എടുക്കണമെന്ന് അറിയില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ കൂപ്പൺസ്, ഭാഗ്യദേവിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, ലക്ഷ്മി ദേവിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, കാരണം ഇത് ഫ്രീ ആണല്ലോ. ഇതുപോലെ അനേകമായിരുന്ന ടെംപ്ടേഷൻസ് നമ്മൾ വരും. ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവിരിക്കുന്നത്. അവന് ഈൽഡ് ചെയ്യേണ്ട ആവശ്യകത. അല്ലാത്തോടത്തോളം വിശ്വാസിയല്ല. ചരിത്രപരമായ വിശ്വാസം ഡെവിൾസിനുമുണ്ട്. എനിക്കറിയാം എത്ര നാൾ ഇങ്ങനെ ഈ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന്. അപ്പൊ നമ്മളിത് ഫെയ്ത്ത് പ്രൊഡ്യൂസ് ആകണം. ഫെയ്ത്ത് പ്രൊഡ്യൂസ് ആകണമെങ്കിൽ നമ്മൾ സെൽഫ് ഡിനയൽ വരണം. നമ്മുടെ ഫെയ്ത്ത് ഇതുവരേക്കുള്ള ഫെയ്ത്ത് നോളേജിലുള്ള ഫെയ്ത്ത് ആയിരുന്നെങ്കിൽ, അതുപോലെ ക്രിസ്തുവിന് എന്നിൽ വാഴുന്ന ക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കർത്താവിന് മുമ്പിൽ താഴ്ന്ന് പറയും, കർത്താവ് എനിക്കിത് മനസ്സിലായിട്ടില്ല, പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോസ്തലന്മാരുടെ കാര്യം എടുത്തു നോക്കൂ. നല്ല കാര്യം മറിയം എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അവളെന്ന് പറയുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഗലീലിൽ വെച്ച് കാണും, അവൻ മരിച്ചിടന്ന് ഉയർത്തു എന്ന് ഞാൻ അനുഭവിച്ചു, ഞാൻ എന്റെ കണ്ണുകൊണ്ടുകൊണ്ട് ഞാൻ അവന്റെ കാല് തൊട്ട് നമസ്കരിച്ചിട്ടാ പറയുന്നത്. പക്ഷെ അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞോ? അവർ വിശ്വസിച്ചില്ല. രണ്ടുപേരും ഓടി. അവന്റെ ശരീരം അവിടെ കണ്ടില്ല, തുണിയൊരു സ്ഥലത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു വിശ്വസിച്ചു. അവൻ പുനരുദ്ധാന ശക്തിയോട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചു. അവൻ പറഞ്ഞ കാര്യം പോലും ഓർമ്മ വന്നില്ല. രണ്ടുപേരും എഫെസസിലേക്ക് പോയി. തോമസ് പറഞ്ഞു, ഞാൻ വിരലിട്ടല്ലാതെ എന്റെ കൈ വിലാപ്പുറത്ത് ഇട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ആരെങ്കിലും ചെയ്യേണ്ടി വന്നു. ഓരോരുത്തരുടെയും ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവരുടെ കൂടെ നടന്ന് സംസാരിച്ചു. തോമസിന് ആവശ്യമായത് തോമസിനെ വെളിപ്പെടുത്തി കൊടുത്തു. അവന്റെ സോളി വെളിപ്പെടുത്തി കൊടുത്താൽ പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കർത്താവുമായുള്ളത്. എമാവുസിലേക്ക് പോയവരുടെ കൂടെ നടന്ന് അവർക്ക് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന യേശു മശിഹ, ഈ പറഞ്ഞ യേശു തന്നെയാണെന്ന് തിരുവെഴുത്തുകളിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തു. ഒരു മീൻപിടുത്തക്കാരാ, വലിയ നോളജ് ഒന്നുമില്ല. എന്നാലും അവിടെ സിനഗോഗുകളിലേക്ക് വായിക്കുന്ന തിരുവെഴുത്തുകൾ അവർക്കറിയാം. എല്ലാവരും യഹൂദന്മാർ തന്നെയാണ്. എല്ലാ ശബ്ദത്തുകളും തിരുവെഴുത്തുകളും പിന്നെ യെശയ്യാ പ്രവാചകരും അങ്ങനെ പ്രവാചകനും എടുത്ത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാം. മശിഹ വരും, മശിഹ വരും. അവൻ ബെത്ലഹേമിലാണ് ജനിക്കുന്നത്. ബെത്ലഹേമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ ഈ യേശു അച്ഛനായിരിക്കുന്ന യേശു ബെത്ലഹേമിലാണ് ജനിച്ചത്. ഹെരോദാവിനെ കൊന്നുകളയാൻ നോക്കി. അപ്പൊ രാഹേലിന്റെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യെരമ്യാവ്. ഇത് ശരിയാണല്ലോ. അങ്ങനെ ഒന്നൊന്നായിട്ട് അങ്ങനെ തിരുവെഴുത്തുകളിലെ വെളിപ്പെടുത്തി. അതേപോലെ നമ്മൾ തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തി തരുന്നത് അവനിൽ എനിക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പ്. പിന്നെ ഇവിടെ ശാപത്തെ കുറിച്ച് വരുന്നത് പലരും ശാപം, ചിലർ പ്രാഗെന്ന്. ആ പ്രാഗ് നീ 2 കൈ ഉയർത്തി പ്രാഗ്. ഞാൻ ക്രിസ്തുവേശുവിനുള്ളവനാണ്, എൻ്റെ ഉള്ളിൽ അപ്പം വിശ്വാസം പുറത്തു വരണം. നീ 10 നീ വെള്ളത്തിൽ കുളിച്ചു നിന്ന് പ്രാഗിയാലും ഞാൻ ക്രിസ്തുവിനുള്ളതാണ്. മരത്തിൽ തൂങ്ങുന്നവൻ ഏകരും ശപിക്കപ്പെട്ടവൻ എന്നുള്ള വചനപ്രകാരം തന്നെ സ്തോത്രം, എൻ്റെ ശാപം മുഴുവനും ക്രിസ്തു ക്രൂശിൽ വഹിച്ചു. ഇനി ശാപം എനിക്ക് ഏൽക്കുന്നില്ല. എപ്പോൾ? ക്രിസ്തുവിൽ. ഞാൻ ക്രിസ്തുവിൽ വസിച്ചാൽ, അല്ലെങ്കിൽ ഏൽക്കും. ഞാൻ ബന്ധുക്കോസ്തുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൂടാതെ ശാപം ഏൽക്കില്ല എന്ന കാരണത്തോടു കൂടിയാണ് ഞാൻ ശപിക്കുന്നത്, ഞാൻ പ്രാകുന്നത്. ഒന്ന് പ്രാഗ്, ഒന്ന് ശപിക്ക്. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം പരിചാരം എന്നറിയാമോ? എൻ്റെ ഗുണമല്ല,
91 സംഗീതത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാകുന്നു. എന്റെ വിശ്വസ്തതയല്ല, അവന്റെ വിശ്വസ്തത യഹോവന്റെ സംഗീതം എന്റെ കോട്ടയുമാകുന്നു. രാഗുന്നവന്റെ വല്ല് ഒഴിഞ്ഞു പോവുള്ളൂ, പക്ഷെ ആ രാഗാൽ ഭരിക്കില്ല. ശത്രു പക്ഷെ നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കോട് നമുക്ക് ചില ടെംപ്ടേഷൻസ്, ചില കാര്യങ്ങൾ വരുമ്പോൾ ശത്രു പല ചിന്തിക്കും, ഇതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ. അവിടെയാണ് വാക്യത്തിന്റെ ശക്തി വെളിഞ്ഞു വരേണ്ടത്. അവനിലേക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ മരിച്ചടയിൽ ഉയർത്തെന്ന് വെച്ച് ഇനി അത് താഴ്ത്താൻ ആർക്കും സാധ്യമല്ല. എനിക്ക് വീണ്ടെടുപ്പുണ്ട്, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. ഇനി നിനക്ക് എന്റെ മേലോ, എന്റെ പ്രാണന്മേലോ, ശരീരത്തിന്മേലോ, ആത്മാവിലോ, എന്റെ തലമുറകൾ മേലെ പോലും നിനക്ക് യാതൊരു അവകാശമില്ല. ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നവനാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം നമ്മൾ ഇന്ന് വരണം. എന്റെ കാര്യം പറഞ്ഞല്ലോ, എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ കേട്ടു ഇറങ്ങി തിരിച്ചു, പക്ഷെ കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല, ഉപകാരമായി തീർന്നില്ല. വചനം കേട്ടു, ക്ലാസ്സുകൾക്ക് പിറകെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, കേട്ടു വചനം പഠിച്ചു, ഫ്രൈഡേ ദിവസങ്ങളിൽ വചനം പറഞ്ഞു, പക്ഷേ ഫലം വരുന്നില്ല. ടെംപ്ടേഷൻ വരുമ്പോൾ ഫലം വരുന്നില്ല. ടെംപ്ടേഷൻ അല്ലയോ നിന്നെ പാപത്തിൽ രക്ഷിക്കുന്ന യേശു നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കാണേണ്ടത്. ഇതിനു മുമ്പ് ടെംപ്ടേഷൻ വരുമ്പോൾ ഭാരമല്ല. യെസ്, മൈ ലോർഡ് ഈസ് ഗ്രേറ്റ്, മൈ ലോർഡ് ഈസ് എബോവ് ഓൾ. പാപമേ, നിനക്ക് എന്റെ മേൽ അധികാരമല്ല. സാത്താനിക്, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ഓൺ മീ. ഇത് നമ്മളിൽ എപ്പോഴും പ്രൊഡ്യൂസാണ്. തളർന്നു പോലെ പോവും. യെസ്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചാകയില്ല. സ്തോത്രം. 4 യാമം വരേക്കും പടകല് നല്ല എക്സ്പീരിയൻസ്ഡാ. യാക്കോബ്, യോഹന്നാൻ, പത്രോസൊക്കെ ഗലീലക്കരയിൽ മീൻ പിടിക്കാനായിട്ട് അവർ ജനിച്ചു വളർന്ന വെള്ളത്തിലാ. പക്ഷേ തിരമാല വന്ന് അവർക്ക് തടയാൻ പറ്റിയില്ല. 4 യാമത്തോളം വലഞ്ഞു കിടന്ന്. അപ്പോഴാണ് ഒരുവൻ കടലിലും മീത്, ഈ തിരമാലകളുടെ മീത് നടന്നു വരുന്നത്. ആ നടന്നു വരുന്ന സമയത്ത് ഇതുവരെയും മരണഭീതിയായിരുന്നു, തിരമാലകൾ മുക്കിക്കളയെന്നുള്ള പേടിയായിരുന്നു. ഇപ്പൊ ആ ഭീതി മാറി, ഇത് ഭൂതമാണെന്നുള്ള ഭീതിയായി. ഒന്ന് വന്നപ്പോൾ മറ്റത് മാറിപ്പോയി. ഞാൻ പറയാറില്ലേ, നമ്മുടെ സോളിനകത്ത് ഒരു നോളേജ് വരുമ്പോൾ ആ നോളേജിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ വരും. അതുവരെയുള്ള ഇമോഷൻ എന്തായിരുന്നു? തണ്ട് വലിച്ച് മുന്നേറാൻ പറ്റുന്നില്ല, തിരമാലകൾ അടങ്ങുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ രൂപത്തിൽ ഒരാൾ ഈ തിരമാലകളെ മേലെ നടന്നു വരുന്നു. അപ്പോൾ തിരമാലകളൊക്കെ ഭയം പോയി, ഇപ്പൊ ഭയം ഭൂതമായിരിക്കും എന്നുള്ള ഭയമായി. കാരണം പുതിയ നോളജ് വന്നു. അപ്പോൾ കർത്താവ് പേടിക്കുന്ന ഞാനാകുന്നു. അവരെ പടകിൽ കയറ്റാൻ തീരുമാനിച്ചും ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പോയി. ഉയർത്തെന്ന ക്രിസ്തു. നമ്മൾ ട്രയൽസ് വരുമ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് റിലൈ ഓൺ ക്രൈസ്റ്റ്. ലോർഡ് പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് മനസ്സിലായി ഞാൻ ബലഹീനയാ. എനിക്ക് ഈ ചെറിയ ടെംപ്ടേഷനെ പോലെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ചെറിയ നിന്നെ പോലെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഈ ശത്രുവിന്റെ ഭാരം പോലെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. തീയമ്പനെ പോലെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നോക്ക്, നിന്റെ ബലഹീനത കവിഞ്ഞു വരുന്ന എന്റെ കൃപ നിനക്ക് മതി. ഇതിൽ വിശ്വസിക്കുക. ഉടനെ അപ്പുറം ശക്തി നമ്മളിൽ വരും. നമ്മൾ റീസ്റ്റേറ്റ് ആകും. നമുക്കത് ഫീൽ ചെയ്യും. ദുഃഖം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, നിന്ന വരുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ഇല്ലയോ? അതേപോലെ തന്നെ ഒരു ഫീലിംഗ് ആണ് പുനരുദ്ധാന ശക്തി നമ്മളിൽ വരുമ്പോൾ. നമ്മൾ റീഇൻസ്റ്റേറ്റഡ്. 2 മിനിറ്റ് മുമ്പുണ്ടായിരുന്ന ഞാനാണ് ഇപ്പോൾ. അതാണ് ഞാനിപ്പോൾ പറയുന്ന സുവിശേഷം. ഹല്ലേലൂയ. ഹിസ്റ്ററി പഠിക്കുന്നല്ല, തിയറി പഠിക്കുന്നല്ല. അനേക തിയറികൾ സ്ഥാപിക്കാം. ദൈവവചനത്തിന് 2, 3, 4 തെളിവുകൾ വെച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തിയറി സ്ഥാപിക്കാം. പക്ഷെ തിയറി കൊണ്ട് നമ്മൾ രക്ഷിക്കാൻ പറ്റില്ല. ബട്ട് ക്രൈസ്റ്റ് ഉയർത്തെന്നിട്ട് ക്രിസ്തു പേഴ്സണലായിട്ട് നമ്മൾ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മൾ ഇതോടുകൂടെ എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 7-8 കൺക്ലൂഡ് ചെയ്യാൻ പോവുക. ഓർത്തിരിക്കണമെന്ന് പഠിച്ച വചനങ്ങൾ. സ്തോത്രം. അവനിൽ ക്രിസ്തുവിൽ വസിക്കേണ്ട ഇമ്പോർട്ടൻസിനെ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ക്രിസ്തുവിലെ എനിക്കുള്ളൂ. ക്രിസ്തുവിൽ വസിച്ചാലേ എനിക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുള്ളൂ. ക്രിസ്തുവിൽ വസിച്ചാലേ ടെംപ്ടേഷൻസ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് യേശു എന്ന റിലേഷൻ.
ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ച് പല ട്രയൽസിൽ കൂടെ പോയി ഞാനും എൻ്റെ ബലഹീനത മനസ്സിലാക്കി അതിൻ്റെ മുമ്പ് നെടുമ്പാട് വീട്. ലോർഡ് പ്ലീസ് ഹെൽപ്പ് മീ. നീ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആത്മാക്കളെ നിൻ്റെ മുമ്പിൽ നിർത്തണം. നീ എന്നെ നിർത്താതെ എങ്ങനെ സാധിക്കും? ഐ നോ ദാറ്റ് യു ആർ സ്ട്രോങ്. ഐ നോ നീ സർവ്വത്തിനും മതിയായവനാണ്. പ്ലീസ് ഈ സമയത്ത് എനിക്ക് നിൻ്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ എങ്ങനെ? പ്ലീസ് ഹെൽപ്പ്. ഞാൻ മറ്റൊരുത്തിൽ ആശ്രയിക്കില്ല, നിന്നിൽ മാത്രമേ ഞാൻ ആശ്രയിക്കൂ. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പാട്ട് നാവിൽ വരുന്നത്. ഞാൻ ബ്ലൈൻഡായിട്ട് പാടും. യെസ്, ഇന്ന് പാടിയ പാട്ടതാ, തുണയെനിക്ക് യേശുവ, കുറവൊട്ടുമില്ല. തുണയെനിക്കേശുവാം കുറവിനിയില്ലത. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. എനിക്ക് യേശു തുണയായിരിക്കുന്നിടത്തോളം ഒരു കുറവ് ആർക്കും എന്നെ ബ്ലെയിം ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സംസാരം, എൻ്റെ വസ്ത്രധാരണം, എൻ്റെ മക്കളുടെ വിഷയങ്ങൾ, അങ്ങനെ വിഷയങ്ങൾ ഇതൊന്നും തന്നെ ബ്ലെയിം ചെയ്യല്ല. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് മൈ ഫേവർ. സ്തോത്രം. അതുകൊണ്ട് വചനങ്ങൾ നല്ല ധൈര്യപ്പെടുത്തട്ടെ. ദൈവം കൃപ ചെയ്യൽ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചിന്തിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അല്പസമയം നിൻ്റെ പക്കലെന്തെങ്കിലും നിൻ്റെ ജനത്തെ നീ ഉദ്ധരിക്കുമാറ് കർത്താവ് നീ സംസാരിച്ചല്ലോ. നീ ഞങ്ങളോട് കാണിക്കുന്ന കൃപാതന പ്രകാരം സകല ജ്ഞാനം വിവേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അല്പമായിട്ടല്ല അബണ്ടൻ്റായിട്ട് നീ പകർന്നിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പരീക്ഷ സമയങ്ങൾ നീ ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങളെ വസിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ അല്പവിശ്വാസങ്ങളിൽ മേൽ നിൻ്റെ പുനരുദ്ധാര ശക്തി നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ബലപ്പെടുത്തിയാട്ടെ. യൂട്യൂബിൽ കേൾക്കുന്ന ജനങ്ങളുടെ കർത്താവ് ബലപ്പെടുത്തിയാട്ടെ. നിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.